നമുക്ക് എന്നാലേ ഇന്നൊരു വീഡിയോ എടുക്കാണ്ട് മുക്കത്താ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് എത്തി അല്ലേ? ഇവരിപ്പൊ തന്നെ തീറ്റ ഇറങ്ങിട്ടോ. എന്താ ഞുറുക്കം എന്ത് സാധനം? കപ്പ വറുത്തതോ എന്തൊക്കെയോ സംഭവങ്ങള്. ഭയങ്കര ജോളിയും ആളെയാണല്ലേ. ഡെയിലി നല്ല സുഖാട്ടോ അവർക്ക്. വെക്കേഷന് ഇവര് ഫുള്ള് യാത്ര തന്നെയാണ്. ഇവർക്ക് അല്ലെങ്കിലും യാത്ര തന്നെയാണല്ലോ അല്ലെ. നമ്മള് വീഡിയോ എടുക്കാൻ പോകുമ്പോ നമ്മളൊപ്പം പോരുക, വണ്ടിയിൽ കിടന്നുറങ്ങുക, ചായ കുടിക്കാനാകുമ്പോ എഴുന്നേക്കുക, കറക്കന്നെ കറക്കും രണ്ടിനും. കുഞ്ഞു മനുഷ്യനാണ്. ഇതിന്റെ മേലെ ഒരു ദിവസം പോകണ്ട നമുക്ക് മലേന്റെ മേലെ മറ്റേ അത് കാണാന്. ആമസോൺ വ്യൂ പോയിന്റ്. അത് ഈ മലേന്റെ വണ്ടിക്കാ? ഈ മലേന്റെ മേലെ അവിടെ എത്തണം. ചാത്തല്ലൂർ കൂടെ അല്ലേ പോലെ? ഇതിലേം പോവാൻ പറ്റുമോ? അല്ല ഒരു ദിവസം പോയാലോ നമുക്ക്? ഒരിക്കൽ പോണം. പോയി വെയിലത്ത് നമ്മള് തളരൂലേ? മല കേറി രാവിലെ പോണം, വെളുപ്പിന് പോണല്ലേ? ട്രക്കിങ്ങിന് പോവാം. ട്രക്കിങ് വേണ്ട. അവിടുന്ന് അത്ര ഒരു 5-10 കിലോമീറ്റർ. അതിന്റെ മേലെ പോയി ചൂടാനൊന്നും പറ്റൂല. ആട് മൊത്തം കത്തും. അവിടെ പറ്റൂലേ, മല അല്ലേ? ഞങ്ങൾക്ക് കോഴി പിന്നെ പോയിട്ടാണ് ഞങ്ങൾ മേലേക്ക്. അടിപൊളിയാണല്ലോ. ഫ്രൈ ചെയ്ത് കൊണ്ടുപോകാം. ഇവിടുന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകുക, അതിന്റെ മണ്ടയ്ക്ക് പോയിരുന്ന് കഴിക്കാം. അങ്ങനെ പറ്റുള്ളൂ. വീടൊക്കെ വലിയ വീടാണ്. വീടിന്റെ പണി കഴിഞ്ഞില്ല. റബ്ബർ തോട്ടം കണ്ടോ? റബ്ബർ നമ്മൾ ഇതിൽ പോയാലും റബ്ബർ വേഗം കാണൂലേ? നമ്മൾ ആ ഒരു ഫീൽഡിലായതുകൊണ്ട് എന്നായിരിക്കും ചിലപ്പം റബ്ബറാണ് കൂടുതൽ കാണുക. നല്ല വെയിലാ. മമ്പാട് പഞ്ചായത്ത് കഴിഞ്ഞു. മമ്പാട് പഞ്ചായത്ത് കഴിയാനായി. അതിന്റെ ബോർഡുണ്ട് ഇവിടെ. എടവണ്ണ പഞ്ചായത്തിലോട്ട് കടക്കണം കേട്ടോ. സ്വാഗതം എടവണ്ണ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അങ്ങനെ നമ്മള് എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ കണ്ടോ, നമ്മളിവിടെ നാട്ടിലെല്ലാരും റബ്ബറാ വെക്കണം കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടുകാർ മൊത്തം റബ്ബറാണ്. കാസർഗോഡ് ഫുള്ള് സ്ഥലങ്ങള് പിന്നെ ഒന്നും ചെയ്യാതെ കിടക്കാൻ. കൊറേ സ്ഥലങ്ങള് കാട് കയറി ഒന്നുമില്ലാതെ കാര്യസ്ഥലായി കിടക്കുന്നുണ്ട്. ചിലവര് കവുങ്ങും സംഭവങ്ങളൊക്കെ ആലോചിക്കണേ. തെങ്ങ്, കവുങ്ങ് തോട്ടം നല്ല ഇഷ്ടപ്പെട്ട നല്ല നിരപ്പായ സ്ഥലം. അങ്ങ് വരെ ഉണ്ടല്ലോ, കൊറേ ഏറെ സ്ഥലം ഉണ്ട്. പുഴേന്റെ അവിടെ വരെ ഉണ്ടാവും അല്ലേ? ഇവിടെ കവുങ്ങും തോട്ടാക്കിയത്. ഇവിടെ വേറെന്തോ സംഭവം നല്ലതിന് മുന്നേ നമുക്ക് ആ മാവിനൊക്കെ ചുറ്റുവേ പിന്നെ തറ കെട്ടണം. ഇവിടെ ഇഷ്ടിക ഉണ്ടല്ലോ. എവിടെ പോയോ? ഇല്ല, അതൊക്കെ ഒഴിവാക്കി. അത് ഞാൻ പറഞ്ഞു. ഇവിടെ മുമ്പ് വേറെന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞതാ. ഇഷ്ടികേന്റെ എന്തോ സംഭവം ഒഴിവാക്കി. പിന്നെ ഹോളോ ബ്രിക്സ് ഇട്ട് കെട്ടേണ്ടി വരും. അപ്പൊ കിച്ചോ കാറ് പറന്നു വരുന്നു. അപ്പൊ നമുക്ക് മാവിന് ചുറ്റും കെട്ടണം. പിന്നെ വേറെ 2-3 തയ്യും കൂടി മേടിക്കണം നമുക്ക് കേട്ടോ. പോയിക്ക് ഇവിടെ ഇന്റർലോക്കിലിട്ട് സൂപ്പറാക്കി. കടലാസ് പൂ പോയിക്ക് നല്ല രസമല്ലേ കടലാസ് പൂവ്? വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കടലാസ് പൂ മേടിക്കണതിന് നമുക്ക് ആദ്യം മിറ്റൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ. വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇന്നലെ പുഴയിൽ പോയില്ല കിച്ചു? അതിന്റെ താഴെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? എന്ത് കടവുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇതിനെ പോയിട്ട് കൊളപ്പാടത്തെ അല്ലേ? മാപ്പ് വേണ്ട. അടിപൊളി വണ്ടി സ്കോർപിയോ. നല്ല ഇഷ്ടപ്പെട്ടാണ് സ്കോർപിയോ. നമുക്ക് BMW. ഇതാണ് നമ്മളെ കൊളപ്പാടാണത്. പണ്ടൊക്കെ ഇതിലെ സ്കൂളിലേക്ക് വരുമ്പോ അല്ലേ ബസ് ഇവിടെ നിർത്തും.
ഈ കേരളത്തിൽ നിന്ന് ഞാനല്ലേ അന്നുണ്ട് ഞാൻ സ്കൂളിലേക്ക് വന്ന ടൈമില് രാവിലെ ട്യൂഷനും ഇതൊക്കെ ഉണ്ടാവുമ്പോ 7:30 8 മണിന്റെ ഒക്കെ ഇതിന് പോകും ബസ്സിന്. എന്നിട്ട് ഈ കയറ്റം കയറി കഴിഞ്ഞ് ഇവിടെ നിരപ്പാവുമ്പോ നിർത്തും, എന്നിട്ട് എല്ലാരും കയറും. താഴെ നിർത്തിയിട്ട് കയറ്റം കയറും അല്ലേ? എല്ലാരും താഴെ ഇറക്കും. വണ്ടി കയറണ്ടേ, അത്രമാത്രം ആൾക്കാരുണ്ടാവേ, വരും തിരക്കേക്കും. ഈ റോഡ് സൈഡിലൊക്കെ ഫുള്ള് വീടുകളായില്ലേ? ഇഷ്ടംപോലെ വീടുകളായി. വളരെ കുറച്ച് വീടുകളെ ഈ സൈഡിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, റോഡ് സൈഡിനൊക്കെ. അതൊക്കെ പിന്നെ പണ്ടേ ഉള്ള വീടുകൾ തന്നെയാണ് അതൊക്കെ. എല്ലായിടത്തും കുട്ടികൾ കച്ചവടത്തിന് അറിയില്ല വെക്കേഷൻ ടൈമില്. അതങ്ങോട്ട് ഇറങ്ങലാണ്, നിങ്ങൾ തന്നെ ഇറങ്ങലാണ് അല്ലേ? വീടിന്റെ മുന്നിൽ കടട്ട നിങ്ങൾ സാധനം വെക്കോ? ഏത് മാങ്ങ ഉപ്പിലിട്ട് അല്ലേ? വെറുതെ നിന്നാ പോലെ വരുന്ന ആൾക്കാർ വന്നോളും. മുട്ടായി ഒരു ഇടയ്ക്ക് കട തുറന്നാ മതി. ആൾക്കാരിങ്ങനെ വരുമ്പോ വരി 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഡയലോഗ് ഇങ്ങനെ പറയണം, ഓരോ കയ്യിലെടുക്കണം. അതൊന്നും വേണ്ട, കോല് ചെയ്തോളും. രസാണ്. ആ മാങ്ങ പറിച്ചോണ്ട് കൊഴിപ്പിച്ചോ. ഉപ്പും മുളകും പെരട്ടില്ലേ? മുളകും പെരക്കണമെന്നൊന്നുമില്ല. മാങ്ങ പറിച്ചട വെക്കുക, എന്നിട്ട് ഒരു കുപ്പി ഭരണിയിൽ ഉപ്പിലിട്ട് വെക്കുക, എന്നിട്ടുണ്ട് വിൽക്കുക, പൈസ ഉണ്ടാക്കാം. അങ്ങനെ നമ്മള് ഇതില് പോലെ ഇടവണ്ണ കൂടെ പോകണ്ടല്ലോ, നമുക്ക് ഒതായി വഴി പോലെ. ഒതായി കൂടെ പോവാ, അതല്ലേ എളുപ്പം. നമ്മള് മുണ്ടേങ്ങര എത്താനായി, മുണ്ടേങ്ങര എത്തിപ്പോ. എന്തോ ഗോഡൗൺ ആണ് എന്തിന്റെ അല്ലേ? വിറക് നോക്കിയേ, നല്ല കീറിയിട്ട വിറക്. വിൽക്കണതല്ല, അത് അവിടെ ഏതെങ്കിലും വീട്ടിലോട്ടുള്ള ഇറക്കിയതാവും. അതിൽ അങ്ങോട്ടൊക്കെ വീടുകൾ നിറഞ്ഞു, താഴോട്ടൊക്കെ വീടുകളായില്ലേ? ഇവിടെ ഈ വീട് നോക്കിയേ, കടലാസ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചേക്കുക, കണ്ടോ? സ്റ്റൈലായി വീടിന്റെ. പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കാൻ പോവാണ് എല്ലാരും, പ്രാർത്ഥിക്കാൻ. പള്ളിയിൽ പോണവർക്ക് കുട്ടികൾക്ക് തിന്നാം കടയിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട്, പക്ഷെ വലിയവർക്ക് അത് പറ്റൂല. അങ്ങനെ നമ്മള് മുണ്ടേങ്ങര എത്തിട്ടോ. ഇനി ഇവിടെ നമുക്ക് തിരിഞ്ഞ് ഒതായി കൂടെ പോവാം. അങ്ങോട്ട് പോവാണെങ്കിൽ ഇടവണ്ണയ്ക്കാണ് കേട്ടോ, ഇങ്ങോട്ട് പോവാണെങ്കിൽ ഒതായി. എല്ലാം അറിയാലോ എനിക്ക്. ഇതെവിടുന്നാ പഠിച്ചത്? ക്ലച്ചിന് എന്തോ കംപ്ലൈന്റ് ആയിരുന്നു. എന്തേ കിട്ടണില്ലേ? ഒരു ടൈറ്റ് ക്ലച്ച് ഈ ഇടയ്ക്ക് മാറ്റിയിട്ടുള്ളൂ. കംപ്ലൈന്റ് ആയോ? ഡിസ്ക് എന്താ അറിയില്ല, നോക്കിക്കേണ്ടി വരൂല്ലേ? ക്ലച്ച് ഡിസ്ക്, ഇതിന്റെ ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഇടയ്ക്കല്ല മാറ്റിയത്, ഈ ഇടയ്ക്ക് എങ്ങാണ്ട് മാറ്റിയിരുന്നു. അത് നല്ല ഉള്ളിലാണ് ആ വീട്. സ്കൂൾ വിട്ട് പിള്ളേരെ കണ്ട സ്കൂൾ വിട്ട് ചെല്ലാൻ കുറെ നേരം പിടിക്കും, ദൂരത്താകുമ്പോ കൊറേ നടക്കാണ്ടാവൂലേ? കൊറേ നടക്കാണ്ടാവും. എന്തേ വണ്ടികളൊക്കെ ഇട്ടിട്ട് പഴയതായില്ലേ? ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ ഉണ്ടാവും അല്ലേ? ഇതാണ് ഗ്രൗണ്ട്. നമ്മള് നേരെ എവിടേക്കാണ് വെച്ചു പിടിക്കുന്നത്? ഒതായില്ലടാ, മുക്കം. ഒതായി കഴിഞ്ഞു പോണം. പുതിയ സൂപ്പർ ഒരു വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വീടുകൾ പുതിയത് ഇങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു മരത്തണലുണ്ട് കേട്ടോ അവിടെ, വലിയ മരം. എന്താടാ നിങ്ങള് ഉണ്ടാത്തേ?
ഒരു തീറ്റയാണ്. യാത്രയിൽ ഇവര് ഫുള്ള് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാല് അത് തിന്നും. ആ അല്ലെങ്കിൽ തിന്നും. ഇന്ന് രണ്ടാളും ട്യൂഷനൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിട്ടോ. ട്യൂഷൻ 11:30 ആയപ്പോഴത്തേനും ഇറങ്ങി. ട്യൂഷന് കുറച്ചെണ്ണം അവിടുന്ന് കുറച്ചെണ്ണം പഠിച്ചു വന്നിട്ട് രാത്രി ഫുള്ള് കറണ്ട് പോക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് അത് ചെലപ്പോ നിങ്ങള് കിടക്കുമ്പോ ആ സ്വിച്ചാല് ഇവന്റെ കാല് കെട്ടിട്ടാ കാലിട്ടിട്ടൊന്നുമല്ല. എത്ര വട്ടാ കറണ്ട് പോണത്. പക്ഷേ ഞാൻ ആ സ്വിച്ച് മുതട്ടുണ്ട്. ഞാൻ പോലപ്പാട് മേസിക്ക് ഇടുമ്പോണ്ട് നോക്കുമ്പോഴോ സ്വിച്ച് ഓഫ് ആയില്ലേ. എനിക്കിറങ്ങട്ടെ. കപ്പ വറുത്തതാണോ അത്? ഇല്ലേ, എനിക്കെന്താ ഇത് നിങ്ങൾ എവിടുന്ന് ഓടായിക്കുന്ന വാങ്ങിയതാ? മമ്പാട് പോയോ? എന്നിട്ട് പിന്നെ ഓടായിക്കുന്ന ഞങ്ങൾ അങ്ങാടി കൂടെ നടന്നു പറഞ്ഞു. മമ്പാട് അങ്ങാടി കൂടെ നടന്ന് വീമ്പോ കൂടെ ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞു. ഇവരോട് പറയണോ? നിങ്ങള് മൗസിയിലൊക്കെ പോവുണ്ടല്ലേ ഒറ്റക്ക്? ഞങ്ങളില്ലാത്തപ്പോ അതായി അങ്ങാടി. കടകളൊക്കെ കൊറേ അടവായിരിക്കും കേട്ടോ ചിലതൊക്കെ. എല്ലാരും പള്ളിയിൽ പോണ ടൈം ആയതുകൊണ്ട്. ഇതിലെങ്ങനെ പോയാല് ചാത്തല്ലോ? അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. ആ റോട്ടിന് ഇതുവരെ പോയില്ല. ഇല്ല, ഞാൻ പോയില്ല. മുന്നേ പോയതാ. ഞാൻ പോയില്ല. ചാത്തല്ലൂര്, കിഴക്കേ ചാത്തല്ലൂര്, പടിഞ്ഞാറേ ചാത്തല്ലൂര് ഇങ്ങനെ പറയണ കേൾക്കുന്നുണ്ടെന്നല്ലാതെ സ്ഥലം കണ്ടിട്ടില്ല. വണ്ടി ഒന്ന് കഴുകാനായി. പൊടി പിടിച്ചിട്ടുണ്ട്. കഴുകി കുട്ടപ്പനാക്കണം. പിന്നെ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് ഇതാക്കണം, പോളിഷ് ചെയ്ത് പിന്നെ കുറച്ച് പെയിന്റ് അടിക്കണം, പളപളാ മിന്നണം. പിന്നെ കുറച്ച് പെയിന്റ് അടിക്കണം. പെയിന്റിങ് ഇതിന് പെയിന്റ് അടിക്കണേ മോളിലൊക്കെ തൂറും പിടിച്ച് ചില സ്ഥലത്തല്ലേ. മേലൊന്നും തൂരും പിടിച്ചിട്ടൊന്നുമില്ല. ഈ വെറുതെ ബടായിടാൻ നിക്കണ്ട. അത് ഈ വണ്ടി മൊത്തത്തിൽ അങ്ങനെയാടാ. എന്തെങ്ങളവിടെ ആക്കണേ? അലമ്പ് കൂടേ. പിരാന്തങ്ങണിക്കൊന്ന അയ്യേ, വിഷു കഴിഞ്ഞിട്ട് ആണ്ട് പൂത്തലഞ്ഞ് നിക്കണില്ലേ. ഭ്രാന്തം കണിക്കൊന്നല്ല, നാടൻ സാധാതാണ്. പുല്ല് കൊണ്ടോണോ? തീറ്റ പുല്ല് അല്ലാത്തതുണ്ട് സാധാ. ഇപ്പൊ പുല്ലൊക്കെ കിട്ടല് കുറവായിരിക്കും എല്ലാവർക്കും അല്ലേ. ഫുള്ള് ഉണങ്ങാൻ തുടങ്ങിയില്ലേ. എസ്റ്റേറ്റ് ആണല്ലേ, കുറേ ഉണ്ടത്. പണ്ട് ഇതേമാതിരി തോട്ടം തെരഞ്ഞെടുക്കേ പാട്ടം കൊടുക്കുക ഏത് വഴിക്ക് പോയാലും റബ്ബർ കണ്ട അപ്പൊ വണ്ടി സൈഡാക്കും. എന്നിട്ട് ഇറങ്ങിപ്പോയി നമ്പർ ചോദിച്ചു മേടിക്കും. നമ്മളൊരു സ്ഥലത്ത് പോകാൻ ദൂരം പറ്റിയിട്ടില്ല നമുക്ക്. രത്നഗിരി, മഹാരാഷ്ട്ര. ഐസ് നമ്മളതിൽ എന്നും രാവിലെ വരും. ഞാൻ ഈ ഇടയ്ക്ക് അതിന്റെ ഫോണ് കേട്ടപ്പോ മീൻ വണ്ടിയാണെന്ന് ഓർത്ത്. ആ ഓർത്ത കൃഷിയെല്ലാം കഴിഞ്ഞ് അതിന്റെ തണ്ടെല്ലാം ഉണങ്ങി. ഇവിടെ നല്ല വാഴ കൃഷി. പഴുക്കുണ്ടല്ലേ, വെള്ളം അടിക്കണില്ല. കൃഷി ചെയ്യുന്ന ഏരിയ. ഇത് തീറ്റപ്പുല്ലാണ്. ഇവിടെ കപ്പ പറിച്ചു കഴിഞ്ഞതാ. വേറെ എന്തോ നട്ടുണ്ടല്ലോ, എന്താണാവോ.
ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ നിരപ്പ്, ആ ഒരു അങ്ങ് കാണുന്ന കുന്നിന്റെ താഴ്വര. റോഡ് അടിപൊളി റോഡാട്ടോ, ഇങ്ങനെ കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല സൂപ്പർ റോഡാണ്. ഇന്ന് റോഡ് മൊത്തത്തിൽ തിരക്ക് കുറവാണല്ലോ. ആള് കുറവല്ലേ? മറ്റേത് ഇഷ്ടംപോലെ ബസ്സായിട്ടും അതും ഇതൊക്കെ കണ്ടമാനം വണ്ടികൾ ചറപറ ഉണ്ടാവും. നിങ്ങളിപ്പോ ഒന്നും മണ്ടുന്നില്ല കേട്ടോ. ഇവല് വർത്താനം കുറച്ച് കുറവാണ്. ഇവല് അങ്ങനെ ചറപറ ഇല്ലല്ലേ? എന്താടാ മുണ്ടാത്ത്? എന്നാലും ഇടയ്ക്കൊക്കെ മുണ്ടിക്കൂടെ നിങ്ങക്ക്? അതിനകത്ത് മസാല ആക്കിയതല്ലേ, മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ. ഇതെവിടെയാ? അതെവിടെയാണാവോ? സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. സ്ഥലപ്പേരൊക്കെ പഠിച്ചു വരണം. ഇത് എവിടെയാന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും കടകളുടെ ബോർഡിലോട്ട് നോക്കണം. ആ ബോർഡും ഉണ്ടാവും. പാലോത്തോ അല്ല, ആണോ? ശരിക്കും കിട്ടിയില്ല. ചൂളാട്ടിപ്പാറ. അതാ ചുള്ളാട്ടിപ്പാറയാ? ഞാൻ ചൂളാട്ടിപ്പാറ എന്നൊക്കെ പറഞ്ഞ കുറെ ഉള്ളില്. ആ ചൂളാട്ടിപ്പാറയാണ് ചിലപ്പേര്. അതിങ്ങനെ ഏതെങ്കിലും കടേൻ്റെ ബോർഡുമേലൊക്കെ നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് ആ കടേൻ്റെ ബോർഡുമുണ്ട്. പിന്നെ ഇവിടെ ടീമിലും ഉണ്ട് ചൂളാട്ടിപ്പാറ. ബസ് എങ്ങോട്ടാ? അരീക്കോട്, ഒതായി, കൊണ്ടോട്ടി, കീശ്ശേരി. അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിക്കന്നെയാണ്. എവിടെയും ഒരു എന്താ പറയാ, എവിടെ ഒരു ഇതുമില്ല, അങ്ങോട്ട് പോകന്നെയാണ്. നമ്മളെ യാത്ര അല്ലല്ലോ അങ്ങനെ തന്നെയാണ്. ആ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ വണ്ടി നിർത്തുള്ളൂ. അതുവരെ ഈ പോക്ക് പോവും അല്ലേ? കടിക ഒറ്റക്ക് തന്നെ എന്താണ് കയ്യിലൊക്കെ പേനോണ്ട് വരഞ്ഞ് സ്റ്റാർ കിട്ടിയതാണ്. ടാറ്റു ആണ്. നല്ലോണം പഠിക്കണേന് ടീച്ചർ വരച്ചെന്നാ, ട്യൂഷൻ ടീച്ചർ. ഇതോടെ കൊറേ വണ്ടികള്. പള്ളിയുണ്ട്, പള്ളി. ആ അവിടെ പള്ളി ഉണ്ട് അല്ലേ? ഇവിടെ കുറച്ച് സ്ഥലം കവുങ്ങുന്തോട്ടാണല്ലോ. ആ അങ്ങോട്ട പാറ പൊളിച്ചത് ഞാൻ കണ്ടത്. അങ്ങ് ദൂരെ കാണൂല നമുക്ക് ഇതിനകത്ത്. അവിടുന്ന് കാണും. നല്ലൊരു തോട്ടം, പച്ചപ്പാണല്ലോ ഫുള്ള്. നനക്കുണ്ടോന്നാണ്. ഏതാണ് ആ വണ്ടീന്റെ പോക്കില്ലേ? കാണാം പാറ കണ്ടോ? കോറിയാണ്, വലിയ കോറിയാണ്. ആ ഒരു മല മൊത്തം കല്ല് പൊട്ടിച്ച് തീർന്നു. ആ ഒരു ഏരിയ മൊത്തം കല്ലാണ്. അത് ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞൊന്നാവില്ല, നിർത്തിയതൊക്കെ ആവും. വണ്ടികളൊന്നും കാണാല്ലേ? പൊട്ടിച്ചോണ്ടിരിക്കണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും നമ്മളവിടെ. ആ നമ്മളവിടെ ഇപ്പൊ വണ്ടികൾ പോണത് കാണാനല്ലോ. റോഡ് പണി നടന്നോണ്ട് അതുകൊണ്ട് നിർത്തിയതാവൂലേ? വലിയൊരു മാവ് കണ്ടോ? മാങ്ങ കുറെ. ഓ മാങ്ങ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പൊ ഇപ്രാവശ്യം. ചില ടൈമിന് കിട്ടുന്നല്ല. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്.
അത് പഴുത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊലിയും പച്ച തന്നെയാണ് അല്ലേ? ഉള്ളിൽ മഞ്ഞ കളറാവണില്ല പഴുത്ത് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മള് വേറെ ഏതോ ഒരു അങ്ങാടിയിലോട്ട് എത്തി. തച്ചെണ്ണ ഇല്ല, പേരാണ് ആണോ? പേരുകൾ എല്ലായിടത്തും വ്യത്യസ്തല്ലേ, പല പല പേരുകളല്ലേ. മുക്കത്ത് പോവാണ്. മുക്കത്ത് പോവാണ് നമ്മളല്ലേ. എന്തിനാ പോണേ? വീഡിയോ എടുക്കാൻ. ഇന്നത്തെ നമ്മളെ വീഡിയോ മുക്കത്താണ്. അപ്പൊ അങ്ങനെ പോവാണ്. അതോ അത് മരത്തടി കൊണ്ടുവന്ന് കൂട്ടിയത്. ഇനി അതെല്ലാം അവിടുന്ന് ലോഡാക്കി പോവും. ഇവിടുന്നേലും മുറിച്ച് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടി വയ്ക്കും. എന്നിട്ട് ഒന്നിച്ച് ഗോഡൗണിലോട്ട് കൊണ്ടുപോകും. മില്ലിൽ കൊണ്ടുപോയിട്ട് ഈർന്ന് ഇതാക്കും ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ. കണ്ണാടികളോ വലിക്കാനുള്ള സാധനങ്ങളോ അതൊക്കെ ഉണ്ടാക്കും അല്ലേ? കണ്ടില്ലേ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിച്ചത്. കസേര, ടേബിള്. കസേര വാങ്ങണല്ലേ നമുക്ക്? കസേര മേടിക്കണം. ഡൈനിങ് ടേബിള് മേടിക്കണം പോയി. ഒരു മാസം കൂടി ഉള്ളു ഇനിയിപ്പോ വെക്കേഷൻ. കഴിയാറായി. ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. ഒരു ദിവസമല്ല, ഒരു മാസം കൂടി. ഇന്ന് 24 ഈ മാസം കഴിയാനായി. ഇനി മെയ് മാസം കൂടി. ഇനി നാളെയും കൂടി ഉള്ളൂ. ഇവിടെ വണ്ടി കഴുകിക്കണം. അവിടുന്ന് തിരിച്ചു വരുമ്പോ കൊടുക്കാം. തിരിച്ചു വരുമ്പോ ടൈം ഉണ്ടാവോ? സമയം ഉണ്ടാവും, അവിടെ കൊടുത്താ മതി. എന്നിട്ട് നമുക്ക് ബസ്സിനോട് കയറി പോയതില്ലേ? ഇത് കൊറേ നമുക്ക് നമ്മളവിടെ അക്കരെ എവിടെയും കൊടുത്താ പോരാ? മമ്പാട് എവിടെയും വേണ്ട. ഓ ദായിക്കുള്ള ബസ്സാ. അരീക്കോട്ടുന്ന് വരുന്നാണ്. മൂർക്കനാട് എത്തിയപ്പോ ഉറങ്ങൂപ്പോ. ഓളുറങ്ങൊന്നും ഇല്ലടാ, മയക്കത്തിലൊന്നും ആകൂലെന്ന്. മയങ്ങാൻ പറ്റുമോ? ഓള് മയങ്ങി കഴിഞ്ഞ പിന്നെ ആരോട് നമ്മള് വർത്താനം പറയും? ഇത് കണ്ടില്ലേ, ചെല്ല കുട്ടികള് മയങ്ങരുത്, നൈസായിട്ട് ഉറങ്ങാൻ നിക്കരുത്. ഓള് മെല്ലെ ഉറങ്ങും. ബാക്കിൽ പോയി സൈഡില് പോയിരുന്നിട്ട്. എങ്ങനെ ഒരേ വഴി കണ്ട് 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 മടുത്തിനോട്ട്. എല്ലാരും പള്ളിയിൽ പോണ്. പള്ളിയില് കൊറേ ആളുണ്ടാവും. ഇങ്ങനെ നമ്മൾ അരീക്കോടെത്താനായി. അരീക്കോടെത്താനായി. പുളിമരം കണ്ടോ, പൂക്കാനായി. ഇതൊരു ഭയങ്കര വളവാട്ടോ. ഈ റോഡ് നേരെ ഇറങ്ങിപ്പോയ പുഴയേക്കാണ് അല്ലേ? പുഴ ഉണ്ടടെ. ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. എന്തേ? ഏതാണാ തീറ്റ? ആസ്വദിച്ച് കഴിക്കാണല്ലേ? ചേട്ടായി എന്താ ഭയങ്കര ആലോചനയില്, ഭയങ്കര ഗൗരവത്തില്. ഇവിടെ എത്തുമ്പോ ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ. ആ ഗ്രൗണ്ട് ഉണ്ട് നിങ്ങള്,
അപ്പുറത്ത് ആ കാണുന്ന ഗ്രൗണ്ടിൽ നമ്മൾ ഷൂട്ടിങ് കാണാൻ വന്ന ഓർമ്മ ഉണ്ടോ? എത്രയോ കൊല്ലം മുന്നേ അവിടെ ഈ ഗ്രൗണ്ടിൽ അങ്ങ് അവിടെ ആ തിട്ടിന്റെ അവിടെ കേറി കേൾട്ടൻ 10 അജു വർഗീസ്, ഉണ്ണി മുകുന്ദൻ, ഷൈജു കുറുപ്പ്, അങ്ങനെ ആരൊക്കെ കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് കാണാൻ വന്നു. ഇത് ഈ സ്ഥലപ്പേരെന്താ? നേരെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോടാ? താമരശ്ശേരിയാ? തിരുവമ്പാടി. കഴിഞ്ഞ ആഴ്ച പോയതല്ലേ? തിരുവമ്പാടി. മറന്നുപോയി. ഇവിടെ ഫുള്ള് മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ നല്ല തണലായി കിടക്കുന്ന സ്ഥലമാണ്. ചെറുപുഴ എത്തി. ചെറുപുഴ ഇവിടെ ഉണ്ടല്ലോ ചെറുപുഴ. ചെറുപുഴ പാലം. അങ്ങനെ ഗൈസ് നമ്മൾ അരീക്കോട് എത്തിയിരിക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അരീക്കോട്. വണ്ടി ഉണ്ടോ? വണ്ടി ഇല്ല. പോട്ടെ ഇവിടുന്ന് വണ്ടി ഉണ്ടോ? അതൊരു കാറ് വരുന്നുണ്ട്. നല്ല ഇങ്ങനെ ഉണ്ട്. പോട്ടെ. വരും വെയിലല്ലേ പുറത്ത്. എന്നാലേ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടല്ലേ? ഇപ്പൊ നമ്മള് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അല്ലേ, പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പം എളുപ്പം വിളിക്കല്ലേ? അപ്പൊ പെട്ടെന്ന് വിളിച്ചോളേ. അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി വീഡിയോ അടുത്തായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം അല്ലേ? അതെ, അല്ലെങ്കിൽ കുറെ ലോങ് ആയി പോകും. ടാറ്റാ, ബൈ ബൈ, സീ യു.